കുട്ടികളും വിദ്യാഭ്യാസം നേടാൻ അർഹരാണ്, വിദ്യാഭ്യാസം മൗലികാവകാശമാണ് എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം, പഠിക്കണം, ഉയർന്നു വരണം എന്ന കാഴ്ചപ്പാടോടുകൂടി സർവശിക്ഷാ അഭിയാൻ, എല്ലാവർക്കും സർവാംഗീണമായ വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾ ഇന്ന് പഴയതുപോലെയൊന്നുമല്ല. ആധുനികമായ വിദ്യാഭ്യാസ പദ്ധതി ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി അനുസരിച്ച് കുട്ടികൾ പഠിച്ച് മിടുക്കരായി വരുന്നു, മിടുക്കികളായി വരുന്നു, മിടുക്കന്മാരാകുന്നു. കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാമല്ലോ 30 വർഷത്തിന് ശേഷമാണ് ഭാരതത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവന്നത്. വിദ്യാഭ്യാസ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ പദ്ധതികൾ രൂപപ്പെടും. പദ്ധതി രൂപപ്പെട്ടാൽ മാത്രം പോരാ, ആ പദ്ധതിയിലൂടെ കുട്ടികളുടെ സമഗ്രമായ വികാസത്തിന് ഉതകുന്ന പാഠ്യപദ്ധതിയും വേണം. മുമ്പ് പഠിച്ച കാര്യങ്ങളല്ല ഇപ്പൊ കുട്ടികൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊന്നും AI ഇല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? നമ്മളിന്ന് ഫോൺ ഉപയോഗിക്കുന്നവർ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, അതിലൂടെയൊക്കെ വരുന്ന വീഡിയോ ഇന്ന് പലതും കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടതാണ്. എന്തും വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, കോഴിക്കോട് ഇരുന്ന് സംസാരിക്കുന്നത് പോലെയുള്ള വീഡിയോ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ മാഷ് ഒരേ സമയത്ത് കാസർഗോഡും കോഴിക്കോടും പ്രസംഗിക്കാം എന്ന അവസ്ഥ വരും. മൺമറഞ്ഞു പോയ നേതാക്കന്മാരെ അതേപോലെ സൃഷ്ടിച്ച് അവര് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോ നമ്മൾ കാണും. അപ്പൊ ഈ നിലയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, അതുപയോഗിച്ചുള്ള സങ്കേതങ്ങൾ വളർന്നു വരികയാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അത് നമ്മുടെ കുട്ടികൾക്ക് പ്രാപ്യമാകുന്ന കോഴ്സുകൾ ഇന്ന് ആരംഭിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, മുൻകാലങ്ങളിൽ കുട്ടികൾക്ക് കയ്യിൽ സ്ലേറ്റാണ് ഉണ്ടാവുക, സ്ലേറ്റും പെൻസിലും 1ാം ക്ലാസ്സിലൊക്കെ ചേരുമ്പോൾ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും സ്ലേറ്റ് ഉണ്ടാകും? നമ്മുടെ കുട്ടികൾ ഇന്ന് സ്ലേറ്റല്ല ഉപയോഗിക്കുന്നത്, ടാബാണ് അല്ലേ, ഐപാഡാണ്. ആ നിലയിലേക്ക് വിദ്യാഭ്യാസം മാറി. അപ്പൊ അങ്ങനെ മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ പദ്ധതിയിലും വിദ്യാഭ്യാസ വിഷയങ്ങളിലും മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതി വേണം. 30 വർഷമായിട്ട് അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം പുതിയ വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. പുതിയ വിദ്യാഭ്യാസ പദ്ധതി നിലവിൽ വന്നു, ഇപ്പൊ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം എന്നതുകൊണ്ട് നമുക്കറിയാം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതായിരുന്നു ആദ്യത്തെ സ്ത്രീ ശാക്തീകരണ പദ്ധതി മോദിജിയുടെ സ്വച്ഛ ഭാരതിന് ശേഷം. ബേട്ടി ബച്ചാവോ, നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കുക. ബേട്ടി പഠാവോ, അവരെ പഠിപ്പിക്കുക. നമ്മുടെ കേരളത്തിൽ ശരിയാണ്, പക്ഷെ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും പെൺകുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ പുറകിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ കുറവ് പരിഹരിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, അവരെ സംരക്ഷിക്കണം. അവർക്ക് നേരെ വരുന്ന എല്ലാത്തരം വെല്ലുവിളികളും വിജയകരമായി നേരിടാൻ നമുക്ക് കഴിയണം. പലപ്പോഴും സ്ത്രീകൾ, പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് നിർബന്ധമുള്ളവരാണ് നമ്മൾ. കാരണം എന്താണ്? നമ്മളിപ്പോ ഈ പരിപാടി തുടങ്ങിയത് വന്ദേ മാതര ഗാനത്തുകയാണ്. അമ്മയെ നമിച്ചുകൊണ്ടാണ്, സ്ത്രീത്വത്തെ വണങ്ങിക്കൊണ്ടാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുക. നമ്മുടെ നാട്ടിലെ ചില പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്നാണ് ആളുകൾ അഭിസംബോധന ചെയ്യുക. വിദ്യാർത്ഥികളെ. ഇനി രക്ഷിതാക്കളുടെ മീറ്റിംഗ് ആണെങ്കിൽ എന്ത് പറയും? സഹോദരന്മാരെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ. ഇനി അധ്യാപകന്മാര് പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ എന്താ പറയാ? അധ്യാപകന്മാരെ. അപ്പൊ എപ്പോഴും സ്ത്രീത്വത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മളിലുണ്ട്, നേരത്തെ ഉണ്ട്. അശ്വിനിജിക്ക് ഞാൻ പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഞാനിപ്പോ വന്നേ കുറച്ച് ആൾക്കാർ വെയിറ്റ് ആക്കുന്നുണ്ട്. ആണോ? അപ്പൊ സംസാരിച്ച്
അശ്വിനിജി, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ഥാനാർത്ഥിയുടെ സമയം തിരക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്ക് അശ്വിനിജിക്ക് കൊടുക്കുകയാണ്. നമ്മളോട് 2 വാക്ക് സംസാരിച്ച് അശ്വിനിജി പോകും. അതെ. അതിനുശേഷം ഞാൻ തുടരാം. ശരി. സോറി ഡിസ്റ്റർബ് ആക്കി. എന്തെങ്കിലും അതൊന്ന് പറഞ്ഞിട്ട് അതൊന്ന് പറഞ്ഞിട്ട് ഞാനാണ് നമ്മുടെ സ്ഥാനാർത്ഥി MLS നിയമങ്ങളെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് भारत माता की जय, बीजेपी की जय, NDA की जय. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರಗಳು. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಆಗಮಿಸಿದಂತಹ ഞങ്ങളുടെ രാജ്യസഭയുടെ MP പ്രിയപ്പെട്ട മാസ്റ്റർ സദാനന്ദ മാസ്റ്റർക്ക് എന്റെ വിനീതമായ നമസ്കാരം. അതേപോലെ വേദിക്കയിലിരുന്ന വേദിക്കയിലിರುವಂತಹ ಎಲ್ಲ ಲೀಡರ್ಸ್, ಅದೇ ರೀತಿ ವೇದಿಕೆ ಮುಂಭಾಗದ ಎಲ್ಲ ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರಿಯರಿಗೆ ಹೃತ್ಪೂರ್ವಕ ನಮಸ್ಕಾರಗಳು. ಈಗಾಗಲೇ ವಿಷಯಗಳನ್ನೆಲ್ಲ ಡೀಟೇಲ್ಸ್ ಆಗಿ ಸದಾನಂದ ಮಾಸ್ಟರ್ ನಮ್ಮ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ, ಇನ್ನೂ ಕೂಡ ಇರ್ತಾರೆ. ನಾನು ಮಧ್ಯದಲ್ಲಿ ಬಂದು ಅದನ್ನ ಡಿಸ್ಟ್ರಾಕ್ಟ್ ಮಾಡಿದೆ. ಮೊದಲಿಗೆ ಸಾರಿ. ಬೆಳಿಗ್ಗೆಯಿಂದ ಕೆಲವು ಶೆಡ್ಯೂಲ್ಸ್ ಇದ್ದ ಕಾರಣ ನನಗೆ ಲೇಟ್ ಆಗಿ ಬಂದಿದೆ. ಈಗಲೂ ಕೂಡ ಕೆಳಗಡೆ ಸ್ವಲ್ಪ ಬೇರೆ ಬೇರೆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಬಂದಂತ ಜನರಿದ್ದಾರೆ, ಅವರನ್ನು ಕೂಡ ಮಾತಾಡಿಸಿಕೊಂಡು ಬೇರೆ ನನ್ನ ಪರ್ಯಟನ ಕಾರ್ಯಕ್ರಮ ಕೂಡ ಉಂಟು. ಹಾಗಾಗಿ ಬಂದಂತ ಎಲ್ಲರೂ ಕೂಡ ಹೃತ್ಪೂರ್ವಕ ವಂದನೆಗಳನ್ನ ಸಲ್ಲಿಸ್ತಾ, ಇನ್ನು ನಮ್ಮ ಹತ್ರ ಇವತ್ತದು ಬರೀ 10 ದಿವಸ ಮಾತ್ರ, ಅಂದ್ರೆ ಪೋಲಿಂಗ್ ದಿವಸ ಇನ್ಕ್ಲೂಡ್ ಮಾಡಿ 10 ದಿವಸ. ಸೊ ಅದರಲ್ಲಿ ನನಗೆ ಪೋಲಿಂಗ್ ದಿವಸ ಬಿಟ್ಟು ಮತ್ತೆ ಸೈಲೆಂಟ್ ಪ್ರಚಾರ ಬಿಟ್ಟು ಕೊಟ್ಟಿಗಳಷ್ಟ ಬಿಟ್ರೆ ನಮ್ಮಲ್ಲಿ ಬರೀ 7 ದಿವಸ ಮಾತ್ರ. ಸೊ ನಮ್ಮ ಒಂದು ಕಾಸರಗೋಡಿನ ಇತಿಹಾಸವನ್ನ ಬದಲಾವಣೆ ಮಾಡ್ಲಿಕ್ಕೆ ನಮ್ಮ ಕೈಯಿರುವುದು ಬರೀ 7 ದಿವಸಗಳು ಮಾತ್ರ ಬಾಕಿ. ಸೊ ಈ 7 ದಿವಸಗಳು ಎಲ್ಲ ಸಹೋದರಿಯರು ಒಟ್ಟಾಗಿ ನಿಂತ್ಕೊಂಡು, ನನ್ನನ್ನು ಶಕ್ತಿಯಾಗಿ ನಿಂತ್ಕೊಂಡು ಪಕ್ಷಕ್ಕೋಸ್ಕರ, ಪಕ್ಷವನ್ನ ಗೆಲ್ಲಿಸ್ಲಿಕ್ಕೋಸ್ಕರ ನೀವೆಲ್ಲರೂ ಕೂಡ ನನ್ನ ಜೊತೆಗೆ ಇರ್ತೀರಿ ಅಂತ ಹೇಳಿ ನಾನು ವಿಶ್ವಾಸ ಮತ್ತು ಭರವಸೆ ನನಗಿದೆ. ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದೆಷ್ಟೋ ವರ್ಷಗಳ ಕನಸು, ಅದೆಷ್ಟೋ ಹಿರಿಯರ ಕನಸಿದೆ. ಪಕ್ಷ ಇಲ್ಲಿ ಒಮ್ಮೆ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಕಮಲ ಹರಡಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು. ಸೊ ಈಗ ಒಂದು ಸುವರ್ಣ ಅವಕಾಶ, ಗೋಲ್ಡನ್ ಆಪರ್ಚುನಿಟಿ ನಮ್ಮ ಕೈಯಲ್ಲಿ ನಾವು ಮುಂದೆ ಬಂದು ನಿಂತಿರುವ ಕಾರಣ ಈಗ ನಮಗೆ ಗೆಲ್ಲುವಂತೂ ಖಚಿತ, ಗೆಲ್ಲೇಬೇಕು. ನಮಗೆ ಆ ಗೆಲ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲರೂ ಕೂಡ ಈ ಗೆಲುವಿನಲ್ಲಿ ಭಾಗಿಯಾಗಬೇಕು ಅಂತ ಹೇಳಿ ನನ್ನ ಒಂದು ವಿನಂತಿ. ಇವತ್ತು ಇಲ್ಲಿ ನನ್ನ ಪ್ರಚಾರಣಾ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಇಲ್ಲಿ ಕಾರ್ಯಕರ್ತರಿಗೆ ಉತ್ಸಾಹವನ್ನು ತುಂಬಲು ಬಂದಿರುವಂತಹ ಸದಾನಂದ ಮಾಸ್ಟರ್ ಬಗ್ಗೆ ಹೇಳಬೇಕು ಅಂತಿಲ್ಲ. ಆ ಸದಾನಂದ ಮಾಸ್ಟರ್ ನಾವು ಒಂದು ಜೀವನದ ಚರಿತ್ರೆನ ನೋಡಿದ್ರೆ ಖಂಡಿತವಾಗ್ಲೂ ಆ ಉತ್ಸಾಹದಿಂದ ನಾವು ಇನ್ನೂ 10 ದಿವಸಗಳ ಕಾಲ ಕೆಲಸ ಮಾಡಬಹುದು ನಾವು ಖಂಡಿತವಾಗ್ಲು. ಯಾಕಂದ್ರೆ ಅವರು ನಮ್ಮ ಸ್ಫೂರ್ತಿ. ಎಷ್ಟೇ ಕಷ್ಟಗಳಿದ್ರು ಕೂಡ ಅದನ್ನು ಹೆದರಿಸಿ ಅದನ್ನ ಮೆಟ್ಟಿ ನಿಂತು ಇವತ್ತು ನಮ್ಮ ಭಾರತಕ್ಕೆ ಒಂದು ಯಾವ ರೀತಿ ಕಾರ್ಯಕರ್ತ ಇರ್ಬೇಕು ಅಂತ ಹೇಳಿ ತೋರಿಸ್ಕೊಂಡಿದ್ದಾರೆ. ಸೊ ಇವತ್ತು ಅದೇ ರೀತಿ ನಮ್ಮಲ್ಲಿ ವಿನಂತಿ ಮಾಡೋದಂತ ಅಂತ ಹೇಳಿದ್ರೆ, ನಾವು ನಮ್ಮ ಕಾಸರಗೋಡಿನಲ್ಲಿ ಒಂದು ಇತಿಹಾಸ ಬರೆಯುವ, ನೀವೆಲ್ಲರೂ ಕೂಡ ಒಟ್ಟಿಗೆ ನನ್ನ ನಿಲ್ಬೇಕು ಅಂತ ಮಾತ್ರ ಕೇಳ್ಕೊಳ್ತಾ ನಾನು ನನ್ನ ಮಾತುಗಳಿಗೆ ವಿರಾಮ ಕೊಡ್ತಾ ಇದ್ದೀನಿ. ಜೈ ಭಾರತ. പറ്റുന്നുണ്ട് എനിക്കില്ല, പിന്നെ കാണാം. എനിക്കറിയാലോ. ശരി. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ 30 വർഷമായി നമ്മുടെ രാജ്യം ഭരിച്ച സർക്കാർ തിരിഞ്ഞു നോക്കാത്ത മേഖല. മോദി ഗവൺമെന്റ് വന്നപ്പോ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു, അപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. നോക്കൂ, നമ്മുടെ
2 വർഷം മുമ്പ് നടന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദിജി ഒരു പ്രത്യേക കാര്യം സൂചിപ്പിച്ചു. എന്തായിരുന്നു അത്? ആ വർഷത്തെ സ്വാതന്ത്ര്യദിന പരേഡിൽ സൈനിക വ്യൂഹത്തെ നയിച്ചത് നമ്മുടെ സഹോദരിമാർ ഉൾപ്പെട്ട റെജിമെന്റ് ആയിരുന്നു. സ്ത്രീകളാണ് മുന്നിൽ മാർച്ച് ചെയ്തത്. ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മോദിജി പറഞ്ഞു, സമീപ ഭാവിയിൽ ഭാരതത്തിൽ 3 സൈനിക വിഭാഗങ്ങളെയും നയിക്കാൻ അതിന്റെ തലവന്മാരായിട്ട് നമ്മുടെ സഹോദരിമാർ വരുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് മോദിജി പറഞ്ഞു. നമ്മുടെ സൈന്യത്തെ നയിക്കാൻ സ്ത്രീകൾ, പെൺകുട്ടികൾ. അത് വെറുതെ പറഞ്ഞതായിരുന്നില്ല മോദിജി. അതിനു മുമ്പ് മറ്റൊരു കാര്യം നമ്മുടെ ഈ ഭാരതത്തിൽ നടപ്പിലാക്കി. അതെന്താണ്? മുഴുവൻ ഭാരതത്തിൽ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, പ്രത്യേക നിയമന പദ്ധതി നടപ്പിലാക്കി. ഭാരതത്തിലെ 6 കേന്ദ്രങ്ങൾ, നിങ്ങൾ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. ഭാരതത്തിലെ 6 സൈനിക കേന്ദ്രങ്ങളിൽ വെച്ച് പ്രത്യേക നിയമനത്തിന്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനുള്ള സംവിധാനങ്ങൾ മോദി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കഴിവുറ്റ പെൺകുട്ടികൾ ഇന്ന് സൈനിക സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നു. നമ്മുടെ കോൾ സെന്ററിലെ സഹോദരിമാരാണ്. അവർ പോയി അവരുടെ സേവനം നിർവഹിക്കട്ടെ. അവര് പോയ നമ്മുടെ സദസ്സ് പകുതിയായി ചുരുങ്ങിയിട്ടിരിക്കും. വേറെ ആരും പോയിട്ടില്ല, കോൾ സെന്ററിലെ ആള് മാത്രം. വേറെ ആരും പോകുന്നു. ശരി. അപ്പൊ ആ നിലയ്ക്ക് സൈനിക സേവനം നടത്താൻ വേണ്ടി നമ്മുടെ പെൺകുട്ടികളെ പ്രത്യേകമായി നിയമിക്കുക. നമ്മുടെ സഹോദരിമാരുടെ ആദ്യ പ്രസവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രസവത്തിൽ അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാകുന്നതിന് 6000 രൂപ ആദ്യ പ്രസവം. 2ാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അതേ തുക വീണ്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പദ്ധതിയുണ്ട്. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ സ്ത്രീത്വത്തെ, പെൺകുട്ടികളെ, അമ്മമാരെ, സഹോദരിമാരെ സഹായിക്കാനുള്ള അനവധി പദ്ധതികൾ, കർഷകന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതികളും യുവാക്കളെ സംരംഭകന്മാരാക്കാൻ വേണ്ടിയുള്ള